ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ നിന്നും പരാതികൾ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് ദേശീയപാത നിർമ്മാണത്തിൽ പരാതിയുമായി എത്തിയിരിക്കുന്നത് അവിടുത്തെ നാട്ടുകാർ തന്നെയാണ്. കൂടത്തുംപാറയിലെ സർവീസ് റോഡുകൾക്ക് ആവശ്യമായ വീതിയില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ടോൾ പ്ലാസ നിർമ്മാണത്തിന് അധിക സ്ഥലം എടുത്തതുകൊണ്ടാണ് ഈ സർവീസ് റോഡിന്റെ വീതി കുറഞ്ഞത് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ്. അത് യാത്രക്കാർക്ക് ഇപ്പോൾ അപകട ഭീഷണി ഉണ്ടാക്കുന്നതായും ഇവരൊക്കെ ആരോപിക്കുന്നു. എന്താണ് അവിടുത്തെ സംഭവം? നമുക്ക് വിശദമായി കണ്ടുവരാം. റോഡ് കൊണ്ട് നാട്ടുകാർക്ക് യാതൊരു ഉപകാരം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇത് വലിയൊരു നഷ്ടവും ആണ് വന്നിരിക്കുന്നത്. ചട്ടപ്രകാരം സർവീസ് റോഡുകൾക്ക് 6.15 മീറ്റർ വീതി വേണമെന്നാണ് നിയമം. എന്നാൽ ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന കൂടത്തുംപാറ ഭാഗത്തെ സർവീസ് റോഡിന് പകുതി മാത്രമാണ് വീതിയുള്ളത്. 8 മാസം മുൻപേ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും ഉദ്യോഗസ്ഥർ കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ മഴക്കാലത്ത് വൻ വെള്ളക്കെട്ടാണ്. കാരണം ഈ കൂടത്തുംപാറ അണ്ടർപാസ് വരെ വന്ന് നിൽക്കുന്ന ഈ ഡ്രെയിനേജ് സംവിധാനം മാമ്പുഴ വരെ പോകേണ്ടതാണ്. അതിന് പകരം ആ പോകേണ്ട ഭാഗത്ത് മുഴുവൻ NSകാർ തന്നെ അവരുള്ള വേസ്റ്റ് മുഴുവൻ ഈ റോഡിൻ്റെ സൈഡിലേക്ക് ഇട്ട് നിൽക്കുകയാണ്. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിന്റെ ടോൾ പിരിവ് ഒക്ടോബർ ആദ്യം മുതൽ ആരംഭിക്കാനിരിക്കെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. സർവീസ് റോഡിന്റെ വീതി കുറഞ്ഞതിനാൽ ഫയർഫോഴ്സ്, ആംബുലൻസ് വാഹനങ്ങൾക്കും കൂടത്തുംപാറ ഭാഗങ്ങളിലെത്താൻ ബുദ്ധിമുട്ടാണ്. 150ഓളം വീടുകളുള്ള ഈ പ്രദേശത്തെ ജനങ്ങൾ ആശുപത്രിയിലെത്താൻ കിലോമീറ്ററുകളോളം അധികം സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ്. ബൈപ്പാസ് റോഡ് വന്നതിൽ യാതൊരു ഗുണവും കൂടത്തുംപാറ സ്വദേശികൾക്ക് ലഭിച്ചിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ചെറിയ കാർ മാത്രമേ പോവുള്ളൂ. ഒരു ഗ്രാമം ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. ഒരു ഗ്രാമം എന്നല്ല, ഒരു 1000-1500 വീടിനെ ആശ്രയിക്കുന്ന ആൾക്കാരാണ് ഈ ഏരിയയിൽ. പക്ഷെ ഒരാൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇവിടെ ഈ സൈഡിലാണ് മുഴയൽ പാലം, ചെറിയൊരു പാലമുള്ളത്. അതൊരു വാസയോഗ്യം അല്ലാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പം പ്രധാനമായിട്ടും ഈ റോഡ് വീതി കൂട്ടാനുള്ള ഇപ്പോൾ MP-ക്കും MLA-ക്കും കത്ത് കൊടുത്തത് കേന്ദ്രമന്ത്രിക്ക് നിതിൻ ഗഡ്കരിക്ക് നേരിട്ട് നിവേദനം കൊടുത്താണ്. പക്ഷെ അതിനൊരു എന്താ കാര്യങ്ങളൊന്നും നീക്കുപോക്കും നടന്നില്ല. കൂടത്തുംപാറ നിവാസികൾക്ക് തൊട്ടടുത്ത ടൗണായ പന്തിരങ്കാവ് ഭാഗത്തേക്ക് 1.5 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതി. എന്നാൽ നാഷണൽ ഹൈവേ വന്നതിനെ തുടർന്ന് 4 കിലോമീറ്റർ ചുറ്റി വേണം ഇപ്പോൾ പന്തിരങ്കാവിലെത്താൻ. കൂടത്തുംപാറയിൽ ബസ് സ്റ്റോപ്പ് ഇല്ലാത്തതിനാൽ ബസ്സിൽ നിന്നും യാത്രക്കാർക്ക് റോഡിലിറങ്ങേണ്ട സാഹചര്യമാണ്. ഇത് വലിയ തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാകുമെന്നും നാട്ടുകാർ. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ബസ് കയറാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. ബൈപ്പാസിലേക്ക് കയറാനുള്ള ഒരു എക്സിറ്റോ എൻട്രി ഒന്നും ഈ പ്രദേശമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ വില അനുവദിച്ചു തന്നിട്ടില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ടോൾ പിരിവ് ആരംഭിക്കുന്നതിന് മുൻപ് കൂടത്തുംപാറ നിവാസികളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.